ഇന്ത്യക്കെതിരെയുള്ള ഏത് ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ഇരു സഭകളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഓപ്പറേഷൻ സിന്ദൂർ ഇതിന്റെ ഉദാഹരണമെന്ന് മുർമു പറഞ്ഞു. വാക്കുകളിലേക്ക്. ऑपरेशन सिंदूर से विश्व ने भारतीय सेना का शौर्य और पराक्रम देखा। हमारे देश ने अपने संसाधनों के बल पर आतंकियों के अड्डे को ध्वस्त कर दिया है। मेरी सरकार ने कड़ा संदेश दिया है कि भारत पर किसी भी आतंकी हमले का जवाब दृढ़ और निर्णायक होगा. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷ ബഹളവുമുണ്ടായി. തൊഴിലുറപ്പ് പദ്ധതി പുതുക്കിയ നടപടിക്ക് എതിരെയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ദ്രൗപദി മുർമു ഇരു സഭകളെയും അഭിസംബോധന ചെയ്യാൻ എണീറ്റപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. सरकार ने माननीय सदस्य आप इस योजना से गांव के विकास को नई गति मिलेगी और किसान पशुपालन और मछुआरे साथियों के लिए नई सुविधाएं निर्मित होगी. പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, രാഷ്ട്രപതി പ്രസംഗം തുടങ്ങുന്ന സമയത്ത് തന്നെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രപതി പ്രസംഗത്തിൽ സർക്കാരിന്റെ നയങ്ങൾ സംബന്ധിച്ചും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി? പിന്നീട് കണ്ട പ്രതിഷേധങ്ങളുടെയൊക്കെ തന്നെ രീതി എന്തായിരുന്നു ബസന്ത്? പ്രതീക്ഷ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ആദ്യ ദിവസമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അംഗങ്ങളെ അഭിസംബോധന ചെയ്യുക. പ്രധാനമായും സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറും രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ എടുക്കാൻ പോകുന്ന നടപടികളും ഒക്കെ തന്നെ രാഷ്ട്രപതി അക്കമിട്ട് നിരത്തുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ ശക്തമായ ഒരു സന്ദേശമാണ് നൽകിയത്. രാജ്യത്തിന് നേരെ ഏത് ആക്രമണം ഉണ്ടായിരുന്നാലും ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന രാഷ്ട്രപതി വ്യക്തമാക്കുകയും ചെയ്തു. കെ ശ്രീനാരായണ ഗുരു അടക്കമുള്ള മഹത് വ്യക്തികളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള 1 മണിക്കൂർ നീണ്ട പ്രസംഗമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അതിനുശേഷം ലോക്സഭ ചേർന്നു. അന്തരിച്ച മുൻ അംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പിരിയുകയും ചെയ്തിട്ടുണ്ട്. നാളെ സാമ്പത്തിക ചർച്ച, റിപ്പോർട്ട്, എക്കണോമിക് റിപ്പോർട്ട് നാളെ, സാമ്പത്തിക സർവേ നാളെ പാർലമെന്റിന്റെ ഇരുസഭകളിലും വെക്കും. ശരി, ബസന്താണ് പാർലമെന്റിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.